എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ വറ്റിച്ചതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് അച്ചാർ പോലെയുള്ള ഒരു മീൻ കറിയാണ്. എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. കല്യാണ വീടുകളിലൊക്കെ ഇതുപോലെ മീൻ കറി തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും. പെട്ടെന്ന് കേടാകുന്ന ഒരു സാധനങ്ങളും ഈ മീൻ കറിയിൽ ചേർക്കാറില്ല. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെയുള്ള മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ദശക്കട്ടിയുള്ള മീനാണ് സാധാരണയായിട്ട് എടുക്കാറ്. കുറച്ച് വലിപ്പമുള്ള ഏത് മീനും നമുക്ക് ഇതുപോലെ കറി വെച്ചെടുക്കാം. തൊലി പൊളിക്കാൻ പറ്റുന്ന മീനാണെങ്കിൽ തൊലി പൊളിച്ചതിന് ശേഷം വേണം മുറിച്ചെടുക്കാൻ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ ഉളുമ്പൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 600 ഗ്രാമുള്ള മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു 5-6 സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും എരിവുള്ള 1 സ്പൂൺ മുളക് പൊടിയും ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവുള്ള മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള വെള്ളമാണ്, അതാണ് ഈ കളറായിട്ടിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്ത് മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തതാണ്. മുളക് പൊടിയുടെ മിക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കുടംപുളിയാണ്. ഇത് കുറച്ച് കുടംപുളി എടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 5-8 മിനിറ്റ് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുത്തതാണ്. ഇതുപോലെ കുടംപുളി തിളപ്പിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം തിളപ്പിച്ചെടുക്കാൻ. ഈ കുടംപുളിയിലെ പുകയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിക്കളയണം. ഇതുപോലെ കുടംപുളിയുടെ സത്ത് ഉപയോഗിച്ച് മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും മീൻ കറിയുടെ ടേസ്റ്റ് മാറാതെ ഇരിക്കും. കുടംപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും മീൻ കറിക്ക് പുളി കൂടി വരും. കറക്റ്റ് സമയമാകുമ്പോഴേക്ക് കുടംപുളി മീൻ കറിയിൽ നിന്ന് എടുത്തു മാറ്റണം. അടുത്തതായിട്ട് മീൻ കറിക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയുമാണ്. ഇവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 10 ഉലുവയിൽ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. ഉലുവ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രുചി വരും. അതുപോലെ ഉലുവയുടെ അളവ് കൂടിപ്പോയാലും കയ്പ്പ് രുചി വരും. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഒരു 3 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് വളരെ ചെറുതായിട്ടൊന്ന് കൊത്തി എരിഞ്ഞെടുത്താലും മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചരുചി മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചരുചിയൊക്കെ മാറുമ്പോഴേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു നല്ല മണം വരാൻ തുടങ്ങും. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചെറുതായിട്ട് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. കൂട്ട് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കൂട്ട് വെച്ചിരുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. കുറച്ച് സമയമാകുമ്പോഴേക്ക് ഈ കൂട്ട് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ആ സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഈ കൂട്ട് വഴറ്റിയെടുക്കണം. ഇതുപോലെയുള്ള കൂട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. കൂട്ട് നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് കോരി മാറ്റുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഈ ചട്ടിക്കകത്തെ മസാലയൊക്കെ വെള്ളത്തിലേക്ക് ആക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയുടെ സത്താണ്. ഒരു 2-3 സ്പൂൺ കുടംപുളിയുടെ സത്ത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെന്ന് തോന്നിയാൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ചേരുവകളൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തണ്ടോടുകൂടിയ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തണ്ടോടുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ ആ ഒരു നല്ല മണവും ടേസ്റ്റും ഒക്കെ മീൻ കറിക്ക് കിട്ടും. മീൻ പീസ് മുഴുവൻ ഇവിടെ ചാറിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി മീനിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാല ആക്കി കൊടുക്കാം. മീൻ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ വേണം മസാല ആക്കി കൊടുക്കാൻ. പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്
അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല മീനിലെല്ലാം നല്ലവണ്ണം കവറായി വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ചെറിയ തീയിലിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതുപോലെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് വേണം അടച്ചു വെക്കാൻ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. ഈ ഒരു സമയമാകുമ്പോഴേക്ക് മീൻ കറി ഈ ഒരു പരുവായിട്ട് കിട്ടും. ഈ സമയത്ത് ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പോ പുളിയോ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന പുളിയുടെ ടേസ്റ്റിനെക്കാട്ടും കുറച്ചും കൂടെ പുളി കുറച്ച് കഴിയുമ്പോൾ കുറയും. മീനിലോട്ടൊക്കെ കുറച്ച് പുളി പിടിക്കുമ്പോൾ ചാറിന് കുറച്ചും കൂടെ പുളി കുറയും. അതുകൊണ്ട് കുറച്ച് പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് ഇത് വറ്റിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് ചാറോട് കൂടിയിട്ടാണ് വറ്റിച്ചെടുക്കുന്നത്. മീൻ കറി റെഡി ആയതിനു ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഒന്നും കൂടെ കുറുകി വരും. മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് സമയം അടച്ചു വെക്കാം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കൂട്ടുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇവിടെ ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മീൻ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്കിത് കേടുകൂടാതെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.